ഷീജ, ശബരിമലയിലെ ലക്ഷക്കണക്കിന് വിശ്വാസികളെ സംബന്ധിച്ച് വലിയ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്തയാണ് ഈ തന്ത്രിയുടെ അറസ്റ്റ്. കാരണം ശബരിമലയെ സംബന്ധിച്ച് താഴമൺ തന്ത്രി കുടുംബം എന്ന് പറയുന്നത് അവിടുത്തെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളിലും ഒന്നാമത് നിൽക്കുന്ന, അവിടുത്തെ ആചാരങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ പ്രധാനപ്പെട്ട തന്ത്രിയാണ് ഇന്നിപ്പോൾ മോഷണക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അതായത് വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പവിത്രമായ ഒരു വിശ്വാസ കേന്ദ്രത്തിലെ സ്വർണ്ണ ഉരുപ്പടികൾ അത് മോഷണം നടത്താൻ അവിടുത്തെ ആ അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ കൂട്ടുനിൽക്കുന്നു എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് വലിയ വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഉദ്യോഗസ്ഥർ അത് ചെയ്യുന്നത് പോലെയോ മറ്റൊരാൾ അതിൽ ഇടപെടുന്നത് പോലെയോ അല്ല. വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയില്ലേ ഷീജ അതിൽ? തീർച്ചയായും ഷമ്മി, അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പ്രശ്നം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം തുടക്കം മുതൽ തന്ത്രിക്കെതിരെ പലരായി മൊഴി നൽകുന്നുണ്ടെങ്കിൽ പോലും എടുത്തുചാടി ഒരു അറസ്റ്റിലേക്കോ ചോദ്യം ചെയ്യലിലേക്കോ കടക്കാതിരുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം സ്വാഭാവികമായും ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ദൈവതുല്യൻ തന്നെയാണ് തന്ത്രി കണ്ഠരര് രാജീവർ എന്ന് പറയുന്ന വ്യക്തി. കാരണം തന്ത്രി ആയിരുന്ന സമയത്താണെങ്കിലും തന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിനു ശേഷമാണെങ്കിലും എല്ലാ മകരവിളക്ക് കാലയളവിലും അവിടെ സ്ഥിരം സാന്നിധ്യമായിരുന്നു കണ്ഠരര് രാജീവർ എന്ന് പറയുന്നത്. സ്വാഭാവികമായും അവിടെ എത്തുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും അത്രത്തോളം ദൈവതുല്യനായി കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്കെതിരെയാണ് മൊഴികൾ വരുമ്പോൾ അത് സ്വാഭാവികമായും കൂടുതൽ പരിശോധനകൾ നടത്തി മതിയായ തെളിവുകൾ ശേഖരിച്ച് മാത്രമേ അതിൽ തുടർ നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രധാനമായും ആദ്യം ഫോക്കസ് ചെയ്തത് പരമാവധി തെളിവുകൾ കണ്ഠരര് രാജീവർക്കെതിരെ ശേഖരിക്കുക, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം അറസ്റ്റിലേക്ക് കടക്കുക എന്നൊരു തീരുമാനമെടുത്തത്. ഏതായാലും ഈ അറസ്റ്റിലൂടെ സ്വാഭാവികമായും അവിടെ എത്തിക്കൊണ്ടിരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് സ്വാഭാവികമായും അത്രത്തിൽ അവർ മനസ്സിൽ അത്രത്തോളം ഉന്നതമായ ഒരു സ്ഥാനത്തിരുത്തിയിരുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നാണ് അവിടുത്തെ സ്വർണം മോഷണം പോകുന്നതിന് ആ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഉന്നത പദവി വഹിച്ചിരുന്ന വ്യക്തി എന്നുള്ള തിരിച്ചറിവ്. അത് ഏറ്റവും വലിയ ഒരു തിരിച്ചറിവായി മാറുന്നൊരു ഘട്ടമാണ് ഇപ്പോഴത്തേത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. ഏതായാലും ആ രീതിയിൽ ഒരു ഉന്നത പദവി വഹിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ കൃത്യമായിട്ടുള്ള ജാഗ്രത പുലർത്തി തന്നെയാണ് ഈ കേസിൽ അന്വേഷണം ഓരോ ഘട്ടത്തിലും മുന്നോട്ട് കൊണ്ടുപോയത്. ഷീജ, ഈ അന്വേഷണത്തിൻ്റെ ഘട്ടങ്ങളിലെല്ലാം ഹൈക്കോടതിയുടെ കൃത്യമായ ഒരു മേൽനോട്ടം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും നമ്മളുടെ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ സർക്കാരിനെയും SIT-യെയും പല സമയങ്ങളിലും പ്രതിക്കൂട്ടിലാക്കാനുള്ള പരിശ്രമങ്ങൾ നടന്നു. ഏറ്റവും അവസാനം 2 ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താൻ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് CPI-യുമായി ബന്ധപ്പെട്ട 2 പേരെ ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തുന്നുവെന്നാണ്. പിന്നീട് ഹൈക്കോടതി ഈ 2 ഉദ്യോഗസ്ഥരുടെയും മുഴുവൻ ഡേറ്റാസും പരിശോധിച്ചു. അപ്പോൾ കോടതിക്ക് മനസ്സിലായി ഇവർ തീർച്ചയായിട്ടും ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്താൻ യോഗ്യരായ വ്യക്തികളാണ് എന്ന്. അതുമാത്രവുമല്ല, പിന്നീട് കഴിഞ്ഞ 48 മണിക്കൂർ മുമ്പ് നമ്മുടെ ഹൈക്കോടതി ഒരു കാര്യം വ്യക്തമാക്കി, വളരെ സൂക്ഷ്മമായ അന്വേഷണമാണ് SIT ഇക്കാര്യത്തിൽ നടത്തുന്നത് എന്ന്. അപ്പോൾ ഇത്രയും സത്യസന്ധമായും നീതിയുക്തമായും ഹൈക്കോടതിയുടെ ഒരു മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും സർക്കാരിനെതിരായി അതിനെ മാറ്റാനുമുള്ള പരിശ്രമം നമ്മുടെ പ്രതിപക്ഷം പല കോണുകളിൽ നിന്ന് നടത്തിയിരുന്നു. അതൊക്കെ നിൽക്കുമ്പോഴാണ് ഈ തന്ത്രിയിലേക്ക് എത്തുന്നത് അന്വേഷണ സംഘം. ഷീജ, തീർച്ചയായും ഷമ്മി, അത് എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ്. കാരണം ഈ കേസിന്റെ തുടക്കം മുതൽ, അന്വേഷണത്തിന്റെ തുടക്കം മുതൽ തന്നെ അന്വേഷണ സംഘത്തിൽ, കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്താത്ത ഒരു നിലപാടാണ് നമ്മുടെ പ്രതിപക്ഷം സ്വീകരിച്ചിരുന്നത്. പക്ഷേ അന്വേഷണ സംഘം കൃത്യമായ രീതിയിൽ തന്നെ ആര് അന്വേഷണ സംഘത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതിനപ്പുറത്തേക്ക് അന്വേഷണത്തിൽ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. അത് തന്നെയാണ് നമുക്ക് അവരുടെ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലെ നടപടികൾ നിന്നും വ്യക്തമാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ അറസ്റ്റ് ചെയ്ത ഓരോ വ്യക്തികളുടെയും പശ്ചാത്തലം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും അത് രാഷ്ട്രീയത്തിൽ ഊന്നിയല്ല ആ അന്വേഷണം മുന്നോട്ട് പോയത്. കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോയത് എന്നുള്ള കാര്യം അത് തന്നെയാണ് സർക്കാരും വ്യക്തമാക്കിയത്. കാരണം സർക്കാർ തന്നെയാണ് ആവശ്യപ്പെട്ടത്. ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് സർക്കാർ തന്നെയായിരുന്നു. ആ ആവശ്യം കോടതി അംഗീകരിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷത്തിന് സർക്കാരിനെ പഴിചാരണം എന്നുള്ളത് കൊണ്ട് മാത്രം ഈ അന്വേഷണം അത് ശരിയായ ദിശയിലല്ല നടക്കുന്നത് എന്നുള്ള വാദവുമായി എത്തുന്നു. CBI അന്വേഷണം വരെ ആവശ്യപ്പെടുന്ന ഒരു ഘട്ടം. അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ ഏറെ പ്രസക്തമാകുന്നത്. അതായത്
ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു ഇതിൽ കൃത്യമായ അന്വേഷണം, സുതാര്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണമാണ് ആവശ്യം. അങ്ങനെയാണ് ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ തരത്തിൽ ആരുടെയൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളത് എല്ലാവർക്കും മുന്നിലുള്ള കാര്യമാണ്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. ഏതായാലും അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ കോടതി എല്ലാ ഘട്ടങ്ങളിലും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ നൽകുമ്പോൾ തൃപ്തി രേഖപ്പെടുത്തി തന്നെയാണ് ഹൈക്കോടതി മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ഒടുവിൽ ഈ തിങ്കളാഴ്ചയായിരുന്നു അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത്. അതിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയാണ് കോടതി ആ റിപ്പോർട്ടിനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു തരത്തിലുള്ള മാറ്റവുമില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ആ തൃപ്തി, അത് കൃത്യമായ ദിശയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു അറസ്റ്റിലൂടെ കൂടി അടിവരയിട്ട് SIT വ്യക്തമാക്കുന്നത്. ഷമി.